എടുത്താൽ ചിലപ്പോൾ വിവരം അറിയും. ഹായ് ഫ്രണ്ട്സ്, മസാല ഫ്ലെയിംസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പുതിയൊരു വ്ളോഗാണ്. എവിടെ നമ്മൾ പോകുന്നത്? സിഫ ബീച്ചിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അതിന് മുമ്പ് ഇത് 5-6 ദിവസമായിട്ട് പ്ലാൻ ചെയ്യുന്നതാ. കൊറേ ദിവസമായിട്ട് 9 മണിക്ക് പോകാന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്യുന്നതാ. അവസാനം അനങ്ങി തൂങ്ങി പിടിച്ച് അവസാനം 1:30 ആയപ്പോ നമുക്ക് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ട്. വിന്റർ അല്ലേ, അതുകൊണ്ട് എണീക്കുന്നത് താമസിച്ചാ. ഭയങ്കര തണുപ്പാ, അപ്പൊ ആരും എണീക്കില്ല. അവിടെ ചെല്ലുമ്പോ തന്നെ മിക്കവാറും ഇരുട്ട് വീഴും. ആദ്യം ഒതുങ്ങി ഇറങ്ങി പിന്നെയും പോയി കിടന്നത്. അതാണ് എന്റെ മകളുടെ ഒരുക്കം. അപ്പം ഞങ്ങൾ ഇന്ന് സിഫയിലേക്ക് പോവുകയാണ്. നിറയെ പെബിൾസ് ഉള്ളൊരു ബീച്ചാണ്. ലച്ചു പെബിൾസ് ഒക്കെ പറക്കാനായിട്ട് കവർ കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവന്നില്ല. നമുക്ക് ഒരു കവർ എടുക്കാം. 2-3 കവർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ആ വണ്ടിയുടെ ബാക്കിൽ ഇതിനകത്ത് കാണും. അതിനേക്കാൾ ഉപരി ആ അങ്ങോട്ട് പോകുന്ന ഡ്രൈവ് അടിപൊളിയാണ്. ഭയങ്കര കുന്നും ഇറക്കവും കയറ്റവും. ഓക്കെ, വാദിക്കബീർന്ന് കൊണ്ടാബിലേക്കുള്ള അല്ലേ? കണ്ടാബിലേക്കുള്ള റോഡാണിത്. ഇതിലൂടെയാണ് നമ്മൾ എവിടെ പോകുന്നത്? സിഫ ബീച്ചിൽ പോകുന്നത്. അടിപൊളി റോഡാണ്. വാദി കബീർന്ന് കൊണ്ടാബിലേക്ക് കയറുന്ന റോഡ് എടുത്തിട്ട് എത്തിക്ക് പോകണം അല്ലേ കൊച്ചാ? എത്തിയാലോ? എത്തി എന്ന് പറയുന്നത് ഏറ്റവും പുതിയ ഇവിടുത്തെ ഏറ്റവും പുതിയ സസ്റ്റൈനബിൾ സിറ്റിയാണ്. ഭയങ്കര പ്രോജക്ട്സ്. ആദ്യം നമ്മൾ പോകുമ്പോൾ അതൊന്നും അല്ലായിരുന്നു. നമ്മൾ ഇട്ടിട്ടുണ്ട്, എത്തിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അന്ന് ബീച്ച് മാത്രം. ഇപ്പൊ നമുക്ക് ആ ബീച്ചിലേക്കുള്ള ആക്സസ് ഒന്നും ഇല്ല. ആ ഫുള്ള് കവർ ചെയ്യുന്നൊരു വലിയ സിറ്റിയാണ്. വലിയ പ്രോജക്റ്റാണ്. പക്ഷെ എക്സലന്റ് പ്ലേസ്, ബ്യൂട്ടിഫുൾ. അതോ, പക്ഷെ നമുക്ക് കയറാൻ പറ്റത്തില്ലല്ലോ. ഇനി നമുക്ക് കയറാൻ പറ്റില്ല. അത് മൊത്തം പ്രോജക്ട്സ്. പക്ഷെ എത്തി ബീച്ച് അടിപൊളിയായിരുന്നു. അപ്പോൾ എത്തി ബീച്ച് ഇങ്ങനെ ക്ലോസ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ആൾക്കാരെല്ലാം സിഫയ്ക്ക് പോകാൻ തുടങ്ങിയത്. വേറെ ഒരു ചെറിയ വഴിയുണ്ട് ഇവിടുത്തെ ലോക്കൽസ് ഒക്കെ പോകുന്നത്. നമുക്ക് അറിഞ്ഞൂടാ. കണ്ടിട്ട് ഒരുപാട് ബ്ലോക്ക് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവസ്ഥ നമുക്ക് ആ ട്രൈ ചെയ്യുന്നില്ല. ഇത് നമ്മൾ അവിടെ സിറ്റിയൊക്കെ ഓപ്പൺ ആക്കിയതിന് ശേഷം പോകുന്നതായിരിക്കും. വലിയ വലിയ ഹോട്ടൽസ് അല്ലേ? ആദ്യം പറഞ്ഞാൽ അവിടെ ഹോട്ടൽസ് ഉണ്ടെന്ന്. അതാണ് വലിയ 10 ഹോട്ടലോ വലിയൊരു പ്രോജക്റ്റ് എല്ലാം ഉണ്ട്. സിറ്റിയായിട്ട് സസ്റ്റൈനബിൾ സിറ്റി എന്ന് പറഞ്ഞ് ഡെവലപ്പ് ചെയ്യും. അല്ലേ? അടിപൊളിയായിട്ടുണ്ട്. ആള് കുടുങ്ങിയിരിക്കുന്നതാണോ? ആ ഡ്രസ്സും കൂടെ ആയപ്പോഴേ അറിയുന്നില്ല. നമ്മൾ എത്തി പാസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ സിഫയ്ക്ക് പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ബീച്ചാണിത്. അത്യാവശ്യം നല്ലൊരു ഹിഡൻ ബീച്ചാണ്. നമുക്ക് ഇറങ്ങുകയൊക്കെ ചെയ്യാം. പക്ഷെ നല്ല ചെളിയൊക്കെ ഉണ്ട് കേട്ടോ. കുളിക്കാനൊന്നും പറ്റില്ല എനിക്ക് തോന്നുന്നു. ചെളിയൊക്കെ ഉള്ളൊരു തോന്നാണ്. പക്ഷെ ഇറങ്ങി ജസ്റ്റ് കാണുക, നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന സ്ഥലമാണ്. പിന്നെ അവിടെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ലച്ചു, ഇത് നടന്നങ്ങ് ഉള്ളില് പോകാം കേട്ടോ. നടക്കണോന്ന് ഇങ്ങോട്ടൊന്ന്
ഡാഡു ഇത് നടന്നങ്ങ് ഉള്ളിൽ പോകാം കേട്ടോ. സൗണ്ട് ഇക്കോയി നോക്കിയ സൗണ്ട്. ആ നമുക്ക് കരയിലൂടെ പോകാം. കാലെല്ലാം ആ താഴേക്ക് ചെളി ഒട്ടുന്നു. റിസ്ക് എടുത്ത് നമ്മൾ ചെരുപ്പും കാലും ഒന്നും താന്നു പോകണ്ട. ഇത് മറ്റേ ഷെല്ല് കണക്ക് പാറയിലെല്ലാം പിടിച്ചു കിടക്കുന്നുണ്ടാ. നമ്മളെല്ലാം കക്ക ഇളക്കി എടുക്കുന്നത് കിടക്കിരിക്കുന്നു. ചിപ്പിയൊക്കെ അപ്പൊ ആ മേളിലേടാടു ആ മുകളിൽ പോകാനും ഒരു വഴി കാണുമായിരിക്കും. അവിടെ അവിടൊക്കെ ആൾക്കാരുണ്ട്. വലയും സാധനങ്ങളും ഒക്കെ ഇരിക്കുന്നുണ്ടാ. ഞാൻ അവിടെ വരെ ഒന്ന് പോയി നോക്കിട്ട് വരട്ടെ. ഈ കോണ ആ കോണർ വരെ ഒന്ന് പോയിട്ട് വരാം. വേണമെങ്കിൽ മടിയുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്നോ, ഞാനൊന്ന് നോക്കിയിട്ട് വരാം. നടക്കണ്ട, നമുക്ക് എന്തായാലും അവിടെ വരെ ഒന്ന് പോയി നോക്കാം. ലാസ്റ്റ് വരെ പോകാൻ പറ്റുന്നിടം വരെ. അങ്ങോട്ട് എന്തോ ആണെന്നറിയണമല്ലോ. പകുതിക്ക് വെച്ചിട്ടിട്ട് പോവണ്ട. ശരിക്കും പാറയ്ക്കകത്തുള്ളതാന്ന് തോന്നല്ലേ. ഇവിടം വരെ പോകാൻ പറ്റത്തോള്. പിന്നെ അങ്ങോട്ട് വെള്ളമാ. പിന്നെ അങ്ങോട്ട് വെള്ളം. അപ്പൊ ചിലപ്പോഴേ ചെളിയിൽ എനിക്ക് ഇറങ്ങാൻ പേടിയാ. കാരണം ചെളിയിൽ ആൾക്കാരുടെ കാലൊക്കെ ഇങ്ങനെ താന്നു പോകുന്ന കണ്ടിട്ടുണ്ട്. പിന്നെ ആള് മൊത്തത്തിൽ ആ ചെളിയിലായി പോവും. അങ്ങനൊക്കെ പെട്ടുപോയാ ഈ കല്ലിന്റെയും പാറയുടെ ഇടയ്ക്ക് നടക്കുന്ന കണക്കല്ല. നല്ല ചെളിയുള്ള സ്ഥലത്തൂടി പോകുന്നത് സൂക്ഷിച്ചു വേണം. ആ ഞാൻ അങ്ങനെയാ നടക്കുന്നത്. ഞാൻ അതുകൊണ്ടാ ചെളിയിൽ ഇറങ്ങാഞ്ഞത്. നമ്മളിൽ പല സിനിമകളിലും പല സംഭവങ്ങളും പെട്ടെന്ന് താന്നു പോയാ തീർന്നു. അല്ല ഇത് ടൂറിസത്തിന്റെ ഭാഗമാ ഈ ബോട്ട്. ഇത് മലയുടെ മുകളിലാണോ? ജബൽ എന്ന് പറയുന്ന ജബൽ എന്ന് പറയുന്ന അർത്ഥം മലയുടെ മേളിൽ നിന്നുള്ളൊരു ബീച്ചല്ലേ വാലിയാണ് ഇത്. നമ്മൾ അങ്ങോട്ട് പോയതെന്ന് തോന്നുന്നു. ഇപ്പൊ അവിടെയൊക്കെ പ്രോജക്റ്റുകൾ വന്നെന്ന് തോന്നുന്നു. എന്തൊക്കെയോ പോകാൻ പറ്റില്ലേ? വണ്ടി നടക്കുന്നുണ്ട് അവിടത്തെ. ഓ
കടലിൻ്റെ അടുത്ത്. വണ്ടി കിടക്കുന്ന അവിടെ കപ്പലുകളൊക്കെ എന്തോ തമ്മിൽ ഒരു ബന്ധമില്ല. കപ്പലിനടുത്ത് സാധനം കിടക്കുന്നു, പിന്നെ ഒരു ചെറിയ കപ്പലേതാ പോട്ടേന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയണം. എന്തെങ്കിലുമൊക്കെ പറയാനൊരു ധൈര്യം വേണ്ടായിരുന്നു. അത് എന്തെങ്കിലും പറയാൻ ധൈര്യമൊന്നും വേണ്ട. ഇവരൊക്കെ ബോധമില്ലായ്മയും മാനക്കേട് ഉണ്ടായാൽ എന്ത് വിളിച്ചു പറയും? മാനക്കേടല്ല, മാനക്കേട് ഇല്ലായ്മ. മാനക്കേടില്ലായ്മ ഒരു ബോധരേഷനില്ല ആരെ കുറിച്ചും. അതാ ഒരു കപ്പൽ ഒരു നോക്ക, അത് പിടിക്കുന്നത് നോക്കടാ. വേണ്ട പോലെ എടുത്തിട്ട് പോണേ. എല്ലാം കിടക്കുന്നുണ്ടോ? തെരഞ്ഞു വിടുവാണ്. സൂര്യനെ കാണാനില്ല, ഇടയ്ക്കൊരു പ്രകാശം കണക്ക് മാത്രം. എന്താ അടിപൊളി കേട്ടോ. അടിപൊളി വ്യൂ ഒക്കെ. അവർ രണ്ടുപേരും അങ്ങ് നടന്നു പോവുക. എന്നെ മൈൻഡ് ചെയ്യുന്നതേ ഇല്ല ഇവിടെ വന്നിട്ട്. ഞാൻ എവിടെയുണ്ടെന്ന് പോലും നോക്കുന്നില്ല. ആൾക്കാർ പായും തലേണയായിട്ട് വന്നിട്ടുണ്ടല്ലോ. പായും തലേണയൊക്കെ ആയിട്ട് ആൾക്കാർ എത്തിയിട്ടുണ്ടല്ലോ.
എന്റെ ദൈവമേ, ഡാഡു എവിടാണ്ടൊക്കെ പോയി. ഡാഡു കയ്യിൽ 2 സാധനങ്ങളുമായിട്ട് കടന്നു വരുന്നു. കടവ നോക്കാതിരിക്കാനുള്ള ചാൻസ് ഞാൻ കാണുന്നു. പക്ഷികൾ കൊടുക്കാൻ ഇവിടൊക്കെ കണവാനൊക്കെ ഒന്ന് കിടക്കും. മീനൊക്കെ ചെപ്പിട്ട് ഫോട്ടോ എടുക്കണോടാ? സൂപ്പർ ഫോട്ടോ എടുക്കും. ഡാഡു കൊറേ പറക്കി വെക്കുന്നല്ലോ. ആ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനാണോ? മോളെ വെട്ടം താന്നു പോയാൽ പിന്നെ നമുക്ക് ഇവിടുന്ന് പോകേണ്ടി വരും. പെട്ടെന്നായിരിക്കും ഇവിടെ സൂര്യൻ താഴെ പോകുന്നത്. ഓൾറെഡി ഇല്ല ഇവിടെ അങ്ങനെ ഒരു കാര്യമുണ്ടേ. നിമിഷം കൊണ്ട് അവിടം വരെ ചെരുപ്പിടട്ടെ. അല്ലാണ്ട് എനിക്ക് പറ്റും. പിടിച്ചോ, ഡാഡു ഇറങ്ങട്ടെ മമ്മിയോട്. എനിക്കൊരു അരകല്ലും കൊഴുവിക്കും ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. സിഫ ബീച്ചിൽ നിന്ന് ഞാൻ ഓസിനോട് അരകല്ലും കുഴവി ഒപ്പിച്ചിട്ടുണ്ട്. ഒരു അരകല്ലും കുഴവിയുവാ. എന്തരയ്ക്കാൻ പറ്റുമെന്നുള്ളത് പിന്നത്തെ കാര്യം. വെച്ചു കണ്ടോ മമ്മിയുടെ അരകല്ലും കുഴവിയും? ലച്ചു കണ്ടോ? ചമ്മന്തി എടുക്കാം നമുക്ക്. അയ്യോ അതിട്ട് അരയ്ക്കാൻ പോകുന്ന അരച്ചു നോക്ക്. അത് കുഴപ്പമില്ല. അവൾ ചെയ്യട്ടെ. ഉള്ളിയെങ്കിലും ചതയ്ക്കാം. നോക്ക്, ഉള്ളി ചതച്ചെടുക്കാം. ആ അരയ്ക്കാം, അത്യാവശ്യം അരയ്ക്കാം ഇല്ലേ? മണ്ണിട്ട് അരയ്ക്കാതെ. മണ്ണിട്ട് അരയ്ക്കാൻ സൗണ്ട് കേൾക്കും. എന്താ സൗണ്ട് കേൾക്കുന്നത്? ഒരുമാതിരി മണ്ണ് അരയുന്ന സൗണ്ട്. ലച്ചു അരച്ചു കഴിഞ്ഞു. ഉൾക്കാടൻ ഗർഭം പോകും. സിഫ ബീച്ചിൽ നിന്ന് കിട്ടിയ അരകല്ലും കുഴവി നിങ്ങൾ വേണ്ട വന്ന് ആർക്ക് വേണമെങ്കിലും പറക്കിക്കൊണ്ട് പോകാം. തേങ്ങ ഉണ്ടായിരുന്നു. ഇപ്പൊ ചമ്മന്തി അരയ്ക്കാറില്ല ഇതൊക്കെ. കഞ്ഞിയും വെക്കാം. ചോറ് വെച്ച് കഞ്ഞി വെച്ച് ഇവിടെ മീനും പിടിച്ച് ചമ്മന്തി വരച്ച് ഒച്ച മീനും ഉണ്ടാക്കി താമസിക്കാം. എനിക്ക് മറ്റേ കിട്ടുക. എനിക്ക് വേണ്ട. എന്ത് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാലും. സിഫ ബീച്ചിൽ നിന്ന് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോകാൻ പോവുകയാണ്. വൈകുന്നേരമായി. നമ്മളിവിടുന്ന് തിരിച്ചു വിടുക. ബബിൾസ് എല്ലാം പറക്കിക്കൊണ്ടിരിക്കുക. ലച്ചു പറക്കി വെച്ച ബബിൾസ് എല്ലാം ഡാഡു വണ്ടി കൊണ്ട് വെക്കുക. ആ നീ കണ്ടോ ഡാഡു? ആണോ? ഡ്രൈ ആയോ? ഇവിടെ കാല് കണ്ടോ? കടലിൽ പോയി നനച്ച് മണ്ണൊക്കെ പറ്റിച്ചു. അതുകൊണ്ട് ഡാഡു കയറ്റാതിരിക്കുകയാണ് വണ്ടിയിലോട്ട്. കാലുണങ്ങുന്നവർ ഇവിടെ ഇരിക്കുകയാണ്.
വെച്ച് ടിഷ്യൂ വെച്ച് കാലൊക്കെ ആ കാല് തുടച്ചോണ്ടിരിക്കുക. വണ്ടിയിൽ മണ്ണാക്കാൻ സമ്മതിക്കില്ല. ഇത്ര വണ്ടി പോയി മാറ്റാം. അവിടെ ഊഞ്ഞാലുണ്ടാന്ന്, അവിടെ എല്ലാം ഉണ്ട്. അത് നമുക്ക് ഉപയോഗിക്കാൻ വന്നു. നമുക്ക് ഫ്രീ ആയിട്ടല്ല അവര് തരുന്നത്. അവിടെ പോയി പൈസ കൊടുത്ത് മേടിക്കണമായിരിക്കും എനിക്ക് തോന്നുന്നത് അങ്ങനെ. അതോ അതിന് അവർ പ്രൈവറ്റ് അവർക്ക് വേണ്ടി മാത്രമുള്ളതാണോന്ന് അറിയത്തില്ല. എനിക്കൊന്ന് റെന്റിന് കൊടുക്കാനുള്ളതാണെന്ന് തോന്നുന്നു. ഓക്കെ ബൈ ഞാൻ പാന്റ് ബൈ ബൈ സിഫ.